നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവാതുക്കൽ ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി അമിത് ആണെന്ന സംശയം ശക്തമാകുന്നതിന് കാരണം ഇയാളുടെ മുൻകാല പ്രവൃത്തികളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. മാസങ്ങൾക്ക് മുമ്പ് സ്വഭാവ ദൂഷ്യം കാരണം ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിയിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു. ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടെന്നാണ് സൂചന. ഇതിനോടൊപ്പം ഈ ഫോൺ ഉപയോഗിച്ച് ഇയാൾ 1 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന സൂചനയുണ്ട്. അന്ന് അയാളെയും ഭാര്യയും പോലീസ് അസാമിൽ ചെന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം തിരുവാതുക്കൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ദ്രപ്രസ്ഥ എന്ന വിജയകുമാറിന്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരനായിരുന്നു അമിത്. ഇതിനിടെ തിരുവാതുക്കലിലെ വീട്ടിൽ സ്ഥിരം വാച്ചർ അവധിയെടുത്തു. ആ സമയത്താണ് അമിത് വീട്ടിലെത്തിയത്. ഈ 1 മാസം ജോലി ചെയ്ത ശേഷം ഭാര്യയും ഇവിടേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് സ്ഥലം വിട്ടു. പിന്നീട് ഈ വീട്ടിലേക്ക് ആരോ മതിൽ ചാടിക്കടന്നു. CCTV-യിൽ തെളിഞ്ഞു. അമിതാണ് ഇതെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ചത്. CCTV പരിശോധനയിൽ ഇതും അമിതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. അസമിലെത്തിയാണെന്ന് ഭാര്യയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തതിന്റെ പക അമിത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് വിജയകുമാറിന്റെ മീരയുടെ ജീവനെടുക്കലിന് കാരണമായോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. 80,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫോണാണ് മോഷ്ടിച്ചതെന്നാണ് സൂചന. CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR പ്രതി മോഷ്ടിച്ചിട്ടുണ്ട്. വീടിന്റെ മുന്നിൽ CCTV ഉണ്ട്. ഈ CCTV-യുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന DVR ആണ് പ്രതി മോഷ്ടിച്ചത്. വീട്ടിലെ ജോലിക്കാരനായിരുന്നാൽ തന്നെ CCTV ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് അമിത്തിന്റെ നീക്കമെന്ന് പോലീസ് സംശയിക്കുന്നു. മുമ്പ് താൻ പിടിക്കപ്പെടാൻ കാരണം CCTV ആണെന്ന അമിത്തിന് ബോധ്യമുണ്ട്. എന്നാൽ വേറെയും ശത്രുക്കൾ വിജയകുമാറിനും ഭാര്യയ്ക്കുമുണ്ട്. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ അന്വേഷണം പലതരത്തിലാണ് നടക്കുന്നത്. കൊല നടത്തിയത് ആരെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. വ്യക്തിവൈരാഗ്യമാകാൻ കൊലപാതക കാരണമെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറയുന്നു. വിജയകുമാറിന്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ട്. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. വീടിന്റെ 2 മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. വിജയകുമാറിന്റെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന് പുറമെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ വിജയകുമാറിന്റെ വീട്ടിലുണ്ട്. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് തന്നെ യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ കസ്റ്റഡിയിലെടുക്കാനും അവരെ പ്രതി ചേർക്കാനും ഒക്കെ കഴിയുന്നത് കൊണ്ടാണോ ഇത്തരം നീക്കമെന്നറിയില്ല. ഏതായാലും വിജയകുമാറിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇതിൽ ഒരു മോഷണ ശ്രമമോ പകയോ മാത്രമാണ് കാരണമെന്ന് കണ്ടെത്താനും ആകുന്നില്ല. മോഷണ ശ്രമത്തിനും പകയ്ക്കും അപ്പുറം മറ്റേതെങ്കിലും കൃത്യമായ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. DVR അടക്കം മോഷണം പോയതിന്റെ പിന്നിലും അതുതന്നെയാണ് എന്നാണ് സൂചന.